ഇനിയും വേണം ദൈവ സാന്നിധ്യമേ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം ദൈവ സാന്നിധ്യമേ, ഇനിയും വേണം. ഓ നിൻ സാന്നിധ്യം കൂടെ നടന്ന ഇസ്രായേലെ പോലെ, നിൻ സാന്നിധ്യം കൂടെ നടന്ന ഹാനോക്കിനെ പോലെ, നിൻ സാന്നിധ്യം കൂടെ നടന്ന ഇസ്രായേലെ പോലെ, നിൻ സാന്നിധ്യം കൂടെ നടന്ന ഹാനോക്കിനെ പോലെ, എന്നും നിന്റെ കൂടെ നടക്കാം നിൻ സാന്നിധ്യം വേണം, എന്നും എന്റെ കൂടെ നടക്കാം നിൻ സാന്നിധ്യം വേണം. ഹേ മേഘമാ മേഘസ്തംഭമാ, ഓ അഗ്നിയാ അഗ്നിസ്തംഭമാ, യേശുവേ മേഘമാ. കരമുയർത്തി ഉറക്കെ മേഘസ്തംഭമാ. Thank you Jesus Lord. അഗ്നിയാ അഗ്നിസ്തംഭമാ, ഓ നിൻ സാന്നിധ്യം വേണം, ഓ നിൻ സാന്നിധ്യം വേണം. എത്ര പേര് ആ വരികൾ ശ്രദ്ധിച്ചു? നിൻ സാന്നിധ്യം കൂടെ നടന്ന ഇസ്രായേലെ പോലെ. എന്റെ കൂടെ പറഞ്ഞ നിൻ സാന്നിധ്യം, പറഞ്ഞേ നിന്റെ സാന്നിധ്യം കൂടെ നടന്ന ഇസ്രായേലെ പോലെ. അടുത്ത വരി നിന്റെ സാന്നിധ്യം കൂടെ നടന്ന ഹാനോക്കിനെ പോലെ. ആ വരി എഴുതുമ്പോൾ തിരുവചനത്തിലെ ഒരു മനോഹരമായ വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക്, ശ്രദ്ധിക്കണം, ജനിപ്പിച്ച ശേഷം, മക്കളെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ആകെ അവന്റെ വയസ്സെന്ന് പറയുന്നത് 365 സംവത്സരം. 65 വയസ്സിന് ശേഷം അവൻ, എന്റെ ഭാഷയിൽ, അവൻ 300 വർഷം കർത്താവിന്റെ കൂടെ നടന്നു. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് കർത്താവിന്റെ കൂടെ നടക്കുക, ആ സാന്നിധ്യത്തിന്റെ കൂടെ ചലിക്കുക, ആ സാന്നിധ്യത്തോടൊപ്പം സഞ്ചരിക്കുക. രണ്ട് കരകൾ ഉയർത്തി സ്തുതിച്ചേ. ഒന്ന് യേശുവേ വിളിച്ചേ, യേശുവേ വിളിച്ചേ, യേശുവേ വിളിച്ചേ. അതിന്റെ റിസൾട്ട് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹല്ലേലൂയ. ആരും ചെയ്തിട്ടില്ലാത്തത് ചിലത് നിന്റെ കയ്യിൽ സ്വർഗത്തിന് തരുവാൻ ആഗ്രഹമുണ്ട്. ആരും ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിൽ കർത്താവിന്റെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ശക്തിയോടെ, ശക്തിയോടെ. നിൻ സാന്നിധ്യം കൂടെ നടന്ന ഇസ്രായേലിനെ പോലെ, നിൻ സാന്നിധ്യം കൂടെ നടന്ന ഹാനോക്കിനെ പോലെ, നിൻ സാന്നിധ്യം
ഇസ്രായേലെ പോലെ ഓ നിൻ സാന്നിധ്യം കൂടെ നടന്ന ഹാനോക്കിനെ പോലെ എന്നും എന്റെ കൂടെ നടക്കാൻ നിൻ സാന്നിധ്യം വേണം. എന്നും എന്റെ കൂടെ നടക്കാൻ നിൻ സാന്നിധ്യം വേണം. ഹേ മേഘമാ മേഘസ്തംഭമാ അഗ്നിയാ അഗ്നിസ്തംഭമാ ഇരുകരമുയർത്തിക്കൊണ്ട് വേഗമാ ഒരു മേഘം പോലെ മേഘസ്തംഭമാ യേശുവാ അഗ്നിയാ അഗ്നിസ്തംഭമാ കരമുയർത്തിക്കേ. നിൻ സാന്നിധ്യം വേണം. ഓ നിൻ സാന്നിധ്യം വേണം. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറ, നിൻ സാന്നിധ്യം വേണം. അപ്പാ നിൻ സാന്നിധ്യം വേണം. കണ്ണുകൾ അടച്ചുകൊണ്ട് യേശു പരിശുദ്ധാത്മാവേ, ഈ പകൽ എൻ്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ ശബ്ദം ഇന്ന് കേൾപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. ദൈവിക സന്ദർശനങ്ങളെ, ദൈവിക നന്മകളെ റിലീസ് ചെയ്യുന്നു. വലിയ ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാകട്ടെ. കൈകളടിച്ച് അതിനെ റിസീവ് ചെയ്യാം. താങ്ക് യു ജീസസ്. ഇരിക്കാം. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിനെ സ്വാധീനിച്ച കാര്യമാണ്. 100% പറയാം, ഇത് നിങ്ങളെ തല തിരിച്ചു വെക്കാൻ പോവുക.
ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളിൽ പലരും അസാധാരണമായ അനുഭവങ്ങളിലേക്ക് കയറും. ഇതുവരെ സഭയിലില്ലാത്തത്, നിങ്ങളിലില്ലാത്തത് ഇന്നു മുതൽ നിങ്ങളിൽ പ്രകടമാകാൻ തുടങ്ങും. എനിക്ക് ഒരു കാര്യം ഉറപ്പില്ലാത്തത് ഞാൻ പറയത്തില്ല. ഇന്ന് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ഉറപ്പുണ്ട്. കർത്താവിനെ കാണിച്ചത് പറയാം. ചില ആളുകളുടെ കയ്യിലേക്ക് വാൾ നൽകപ്പെടുന്നു, ചില ആളുകളുടെ കയ്യിലേക്ക് പുതപ്പ് നൽകപ്പെടുന്നു, ചില ആളുകളുടെ തലയിലേക്ക് കിരീടം വരുന്നു, ചില ആളുകൾ അസാധാരണമായി തീക്കകത്താകുന്നു. അസാധാരണമായത് ചിലത് ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. How many of you expected? നിങ്ങൾ പ്രതീക്ഷയോടെയാണ് എങ്കിൽ ഞാൻ പറയുന്ന വാചകങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷയോടെ പ്രതികരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മുടെ സഭകളിലേക്ക് നോക്കിയാൽ എല്ലാ ചർച്ചിലും നടക്കുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതം. അവിടെ എല്ലാവർക്കും ആത്മീയ ദർശനങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു ചർച്ച്, ഇലുവൻ മലയൻ ചർച്ച്, അങ്ങ് കാസർഗോഡ് കിടക്കുന്ന ചർച്ച്, അതിൽ സഹിതം ചെറുതും വലുതുമായ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരും തന്നെയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ പഠിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാചകമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരുടെ കരം ഉയർത്തിക്ക്. നിങ്ങൾക്ക് എന്തിനാ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നതെന്നറിയാമോ? ശക്തി നൽകാനാ. ഒന്ന് പറയാമോ? എന്തിനാ നൽകുക? ശക്തിയെ തരാനാ. ഉറക്കെ പറ. ശക്തിയെ തരുവാൻ. നിങ്ങൾ എത്ര പേര് ശക്തരാണെന്ന് പറയാൻ തയ്യാറാ? അവരുന്ന് കരയുയർത്തി പറയാം, ഞാൻ ശക്തനാണ്. ഓ, ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ കൂടെ സംഭവിക്കാവുന്ന കാര്യമാ. ഒന്ന് പറയാമോ എന്നോട് കൂടെ, ഞാൻ ശക്തനാണ്. കാരണം പരിശുദ്ധാത്മാവ് പകർന്ന ശക്തി എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. Come on, come on. ഒന്ന് അടുത്തിരിക്കുന്ന 2-3 ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾ ശക്തരാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശക്തരാണ്. ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും പിശാചിനെ ജയിച്ചിരിക്കുകയാലും നിങ്ങൾ ശക്തരാണ്. ബലഹീനത പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസികള് അവരുടെ ബലഹീനത മാത്രം ഉയർത്തുന്നവരായി. നിങ്ങൾ ബലഹീനരാണെന്നല്ല പറയേണ്ടത്, ക്രിസ്തു യേശുവിൽ ഞാൻ ശക്തനാണ്. പറ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, ഐ ആം പവർഫുൾ. ശിശുമാരുടെ കൈകളിൽ ഈ ദൈവശക്തി വ്യാപരിക്കപ്പെട്ടതോടുകൂടെ അവരുടെ കൈകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭരിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും ആദ്യത്തെ അത്ഭുതമായിരുന്നു മുടന്തനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടന്നത്. ആ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നതോടുകൂടെ വലിയൊരു ജനക്കൂട്ടം സഭയിലേക്ക് ഒഴുകി വരാനായി തുടങ്ങി. വേദപുസ്തകം പറയുന്നത് ആ നിമിഷം മുതൽ അവർക്ക് നേരെ ഭീഷണികൾ ഉയരാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞ് എന്തുണ്ടാകാൻ തുടങ്ങി? അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികൾ ഓർക്കണമേ, ഭീഷണികളെ നോക്കണമേ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുക കേട്ടോ, ഇപ്പോഴോ കർത്താവേ ഭീഷണികളെ ഓർക്കണമേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത് തനിക്ക് ചുറ്റുമുള്ള ആളുകൾ അവർക്ക് നേരെ ഭീഷണിയായിട്ട് ഉയർന്നപ്പോഴാണ്. നമുക്ക് ചുറ്റും ആളുകൾ ഭീഷണിയായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എക്സ്പെക്റ്റേഷൻ പറയാം, കർത്താവേ അവൻ്റെ കഴുത്ത് വെട്ടിയേക്കണേ, അവൻ്റെ കാലൊടിച്ചേക്കണേ, അവൻ്റെ പിള്ളേർ കിടപ്പിലാകണേ, അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തകരണേ, അവൻ്റെ വീട് ഇടിഞ്ഞു പോകണേ, അവൻ മുടിഞ്ഞു പോകണേ. ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്രയൊന്നും നമ്മൾ പച്ചയ്ക്ക് പറയത്തില്ലെങ്കിലും മനസ്സിലെ ആഗ്രഹം അതാ. നിന്റെ ശത്രു ഒന്നും മറിഞ്ഞു വീണു, അവന്റെ പല്ലൊടിഞ്ഞു എന്ന് കേട്ടാൽ എന്തൊരു സന്തോഷമോ, അവനത് വരേണ്ടത് തന്നെ എന്നല്ലേ പറയത്തുള്ളൂ. ഒന്നും മിണ്ടാത്തെ. എന്റെ ഭാഷയെ പറഞ്ഞ സുവിശേഷത്തിനെതിരായി നിൽക്കുന്നവനെ വെട്ടണ്ടേ, തട്ടണ്ടേ, കൊല്ലണ്ടേ, ഇതൊക്കെയല്ലേ നമ്മുടെ ചിന്ത. ഇവിടെ ഒരു വലിയ ഭീഷണി എഴുന്നേറ്റിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് കൈയോടെ വരാ, ഒരു ഭീഷണി എഴുന്നേറ്റിരിക്കുക. ഇവിടെ ആ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നേ. ഭീഷണി എഴുന്നേറ്റപ്പോ അവരെ തൊടാനും അവരെ തട്ടാനൊന്നും ദൈവം പോയില്ല.
സഭയ്ക്ക് നേരെ ഭീഷണി എഴുന്നേൽക്കുമ്പോൾ അവനെ തട്ടുകയല്ല ദൈവത്തിന്റെ പരിപാടി. പകരം ഭീഷണി അനുഭവിച്ചയാളെ വീണ്ടും ശക്തീകരിക്കുകയാണ് ദൈവത്തിന്റെ പരിപാടി. ആരാണോ ഭീഷണിപ്പെടുത്തിയത് അവരുടെ നടുവിൽ ആദിശക്തിയോടെ അവരെ എഴുന്നേൽപ്പിച്ചു. അടുത്ത വാചകം അതിന്റെ 33-ാമത്തെ വാചകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാർ അതുവരെ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ശക്തിയോടെ അവർ ശുശ്രൂഷിച്ച്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മഹാശക്തിയോടെ അവർ യേശുവിന് സാക്ഷ്യം പറയാൻ തുടങ്ങി. ഭീഷണി നിന്നെ കെടുത്തുവാനുള്ളതല്ല, ഭീഷണി മഹാശക്തിക്കുള്ളതാണ്. കണ്ടോ, നിങ്ങൾ എത്ര പേര് പ്രതികരിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഈ പകൽ ചിലരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. ഭീഷണിയുടെ മുഖത്താണോ മഹാശക്തിയുടെ മുഖത്താണ്? പ്രതിസന്ധിയുടെ മുഖത്താണോ മഹാകൃപയുടെ മുഖത്താണ്? പ്രശ്നങ്ങളുടെ മുഖത്താണോ മഹാകൃപയുടെ മുഖത്താണ്? Come on church, come on church. La taranana manahasiliyoto. നിന്റെ ബിസിനസ്സിന് ഭീഷണി വരുമ്പോ ആ ഭീഷണിപ്പെടുത്തിയവനെ കൊല്ലണ്ട, തല്ലണ്ട, തല്ലി കൊല്ലണ്ട, ഇല്ലാതാക്കണ്ട, കുന്ത ഊരണമേന്ന് പ്രാർത്ഥിക്കണ്ട. സങ്കീർത്തനക്കാരൻ 35 പറഞ്ഞതുപോലെ കുന്തം ഊരണമേ, അവനെ അതിന്റെ ആവശ്യമില്ല. അതിന്റെ നടുവിൽ ആരാണോ ഭീഷണിപ്പെടുത്തിയത് അവന്റെ നടുവിൽ ഇനി ഭീഷണി പോലും ഏൽക്കാത്ത വിധത്തിൽ അവനെ അങ്ങ് ഉയർത്തിയാ മതി. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ടോട്ടലി ചേഞ്ച് ആണ്. നിന്നെ ഭീഷണിപ്പെടുത്തുമ്പോ നീ വിചാരിച്ചോണം ദൈവം നിന്നെ ഇനി ആ ആൾക്ക് ഭീഷണി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അടുത്ത ലെവലിൽ അവന്റെ ശക്തിയെ വെക്കും. ഭീഷണിപ്പെടുത്തുമ്പോ ദൈവം പറയുവാ, ഞാൻ എന്റെ ശക്തിയെ വീണ്ടും അവന്റെ മേൽ എൻപവർ ചെയ്യാൻ പോവാ. ഇനി തൊടുന്നോന്ന് ഞാൻ കാണട്ടെ, ഇനി തൊടുന്നോന്ന് ഞാൻ കാണട്ടെ. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിനെ ഭീഷണിപ്പെടുത്തിയവനെയും രക്ഷിക്കാനാ ഇഷ്ടം. ദൈവത്തിനെ ഭീഷണിപ്പെടുത്തിയവനെയും രക്ഷയിലേക്ക് നടത്താനാ ഇഷ്ടം. നിനക്ക് ചുറ്റുമുള്ള എതിരികൾ നശിക്കുകയല്ല വേണ്ടത്, എതിരിയുടെ നടുവിൽ നീ ഉയരുകയാ വേണ്ടത്. ഈ പകൽ ചിലരോട് ഒരു ദൂതായി പറയുക, നിനക്കുള്ള ഭീഷണിയുടെ നടുവിൽ നീ ഉയരാൻ പോകുന്നു. നിനക്കുള്ള എതിർപ്പിന്റെ നടുവിൽ മഹാശക്തിയോടെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. This is your season, brother. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, തൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടേച്ചു പോയി, പ്രതിസന്ധിയുടെ നടുവിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്കല്ല ഉത്തരം വന്നത്, അതിനു പകരം പരിശുദ്ധാത്മാവാണ് ഉത്തരം വന്നത്. പരിശുദ്ധാത്മാവാണ് ഉത്തരമായി വന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അവര് ഭീഷണിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുക. പ്രശ്നത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥനയുടെ ഉത്തരവല്ല വന്നത്, പ്രാർത്ഥനയുടെ ഉത്തരവല്ല വന്നത്, അതിനു പകരം പരിശുദ്ധാത്മാവ് തന്നെയാണ് വന്നത്. അയ്യോ, നിങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് രണ്ട് ഇടിയറെന്ന് തോന്നുന്നു. ഒന്നും കൂടെ പറയാൻ തന്നെ, അവർ ഭീഷണിയുടെ നടുവിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ല, അതിനു പകരം ഡയറക്റ്റ് പുള്ളി അങ്ങ് വന്നു. നിനക്ക് അതിൽ കൂടുതൽ ഞാൻ എന്തോ ചെയ്യണ്ടേന്ന് സ്വർഗം പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് എനിക്ക് ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. I will stand for you. ഏതാ വേണ്ടേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണോ, അതോ പ്രാർത്ഥനയുടെ ഉത്തരമായി പരിശുദ്ധാത്മാവ് വേണോ? ഞാൻ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവന്റെ ആത്മാവ് മാത്രം മതി. അവന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മഹാശക്തിയോടെ, ഇന്നലത്തെ ശക്തിയല്ല, മഹാശക്തിയോടെ, ധാരാളം കൃപയോടെ, മഹാശക്തിയോടെ, ധാരാളം കൃപയോടെ. അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ പ്രതിസന്ധി, അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറ, അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ പ്രതിസന്ധി, അവരിയ്ക്കുന്ന സ്ഥലം കുലുക്കിക്കൊണ്ട് ആ പ്രതിസന്ധിക്ക് ഉത്തരവായിട്ട് വന്നേ എന്ന് പറഞ്ഞ പ്രതിസന്ധിക്ക് ഉത്തരം കേൾക്കുമ്പോ ദൈവത്തിന് പറയാനുള്ളത്, എടാ നീ ഇരിക്കുന്ന സ്ഥലം കുലുക്കാൻ എനിക്ക് അറിയാമെങ്കിൽ അതിനപ്പുറത്ത് ചിലത് ചെയ്യാൻ എനിക്ക് കഴിയും. നിനക്ക് ഉത്തരം പരിശുദ്ധാത്മാവ് മതി. ഞാൻ ചിലരോട് ദൂത് പറയുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഒരു അടുത്ത ആത്മപ്രതലത്തിലേക്ക് കടക്കും, സംശയമില്ല.
ഇന്ന് പകൽ ഈ മനോഭാവം നിങ്ങളിൽ വന്നാൽ ശത്രുവിനെ കൊല്ലണം, അവനെ തട്ടണം, അതല്ല, പകരം എന്നെ അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്തണം. അധിക്ഷേപം പറയുന്നവരുടെ എതിരാളികളുടെ നടുവിൽ അവരെ ആരെയും സന്ദർശിക്കണമെന്ന് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചില്ല. പകരം അതിനപ്പുറമായി ദൈവത്തിന് എന്നെ ചിലത് ചെയ്യാൻ പറ്റും. God is my answer. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് God is my answer. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഉത്തരം മറുപടിയല്ല എൻ്റെ ആൻസർ, ദൈവം തന്നെ എൻ്റെ ഉത്തരം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവമാ ഉത്തരം. ആര് നിന്നെ തൊടുന്നാ പറയുന്നേ? ഒരു രാജ്യം തന്നെ എതിരായാലും നിന്നെ തൊടാൻ കഴിയത്തില്ല. ആര് നിന്നെ എതിർക്കുമെന്നാ പറയുന്നേ? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. നിന്റെ മുമ്പിൽ എതിരുകൾ എഴുന്നേൽക്കുമ്പോ ആ എതിരാളികളെ തല്ലിക്കൊല്ലാനല്ല ദൈവം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. എന്നോട് ചില ആളുകൾ പറഞ്ഞു, ബ്രദർ നേരെ ഇന്നയാൾ ഇന്നത് പറയുന്നുണ്ടല്ലോ, അവരുടെ കാലം കഷ്ടകാലമോ. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കഷ്ടകാലം അവർക്ക് വരരുത്. കാരണം അവർ പറഞ്ഞത് ലജ്ജിക്കുന്ന വിധത്തിൽ എന്നെ ദൈവം മാനിച്ചാൽ മതി. ഞാനത് പറഞ്ഞതുപോലുമില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ദാറ്റ് ഈസ് എ റിയൽ ആൻസർ. അവരെ ദൈവം തൊട്ടിട്ട് അവരുടെ ജീവിതം തകർന്നിട്ട് ഞാൻ ആ വാ തുറന്ന് അവരെ ദൈവം സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ അതവർക്ക് തല്ലായിരിക്കും, അതവരുടെ വീട്ടിൽ തല്ലായിരിക്കും. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, അത് ചിതറിപ്പോണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അവരുടെ വീടും ചിതറരുത്, അവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിന് പറയുന്നൊരു സ്വഭാവമുണ്ട്, ഞാൻ എൻ്റെ മകനെ ഉയർത്തിപ്പിടിക്കും, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു പറ. അടുത്ത വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അടുത്ത വാചകം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി പരിശുദ്ധാത്മാവ് വീണ്ടും നിറഞ്ഞു. വീണ്ടും നിറഞ്ഞു. അടുത്തിരിക്കുന്നവരോട് പറ, വീണ്ടും നിറഞ്ഞു. അവരുടെ ദേഹ ആത്മാവിലേക്ക് വീണ്ടും നിറഞ്ഞു. പ്രതിസന്ധിയിലൂടെ പോകുമ്പോ സ്വർഗം നിനക്ക് തരുന്ന ഉത്തരം ആത്മനിറവ്. പ്രതിസന്ധികളിൽ പോകുമ്പോ നിനക്കുണ്ടായിരിക്കേണ്ട ബോധ്യം ആത്മനിറവ്. കമോൺ, വായ് തുറക്ക. പ്രതിസന്ധിയുടെ നടുവിൽ പോകുമ്പോ നിനക്ക് ഉത്തരം ആത്മനിറവ്. പ്രതിസന്ധിയുടെ നടുവിലെ ഉത്തരം ആത്മനിറവ്. പറ, പ്രതിസന്ധിയിലെ നടുവിലെ ഉത്തരം പ്രതികാരത്തിന്റെ കൈയുമായി ദൈവം എഴുന്നേൽക്കണ്ട. അടുത്തിരിക്കുന്നവരോട് പറ, പ്രതികാരത്തിന്റെ കൈയുമായി ദൈവം എഴുന്നേൽക്കണ്ട. ആരും നശിക്കണ്ട. അത് ക്രിസ്തീയ സ്വഭാവമല്ല. പക്ഷേ അതിനു പകരം ദൈവം എന്നെ അടുത്ത നിലവാരത്തിലേക്ക് ആത്മനിറവിൽ ഉയർത്തും. നഷ്ടപ്പെടുന്ന ചിലരെ കൂടെ നേടാൻ, ദൈവത്തിന്റെ കൈയാകാൻ, ദൈവത്തിന്റെ വായാകാൻ, ദൈവത്തിന്റെ കണ്ണാകാൻ. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയൊന്ന് മാറ്റാമോ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാവോ? നിങ്ങൾ അവന്റെ കൈയാകും, നിങ്ങൾ അവന്റെ കണ്ണാകും, നിങ്ങൾ അവന്റെ വായാകും. യേശു കർത്താവ് രക്ഷിക്കാൻ ഈ ലോകത്തിൽ വന്നിട്ട് ചിലരെ ശിക്ഷിക്കണമെന്ന് ചിന്തിക്കരുത്. നീ അവന്റെ വായാകണമെങ്കിൽ അവന്റെ സ്വഭാവം നീ അറിയണം. ഒന്ന് ആർത്ത് വിളിക്കാത്ത എന്താ? നിങ്ങള് ഒന്ന് ആർത്ത് വിളിക്കാത്ത എന്താ? എതിരുകളിലൂടെയാണോ പോന്നേ? ഈ എതിരിന്റെ വലിപ്പത്തിനനുസരിച്ച് ആത്മാവിന്റെ ശക്തി നിങ്ങൾ കൂടുക. എതിരാളികളെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം, എതിരിന്റെ വലിപ്പം അനുസരിച്ച് അവന്റെ സാന്നിധ്യത്തിന്റെ വലിപ്പവും കൂടും. പറഞ്ഞേ, എതിരിന്റെ വലിപ്പം അനുസരിച്ച് കൂടെ നിൽക്കുന്നയാളുടെ സാന്നിധ്യത്തിന്റെ അളവും വർദ്ധിക്കും. ഏത് വേണം? പറ, ഏത് വേണം? സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിച്ചാൽ മതി. കല്ലി വില്ലി ചേറ്റിലെ കുമിള പോലെയാ മനുഷ്യൻ.
നാളെ നോക്കിയാൽ കാണത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരെന്തിനെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് എഴുതിയിരിക്കുന്നറിയോ? യേശുവിൻ്റെ പുനരുദ്ധാനത്തെ കുറിച്ച് അടുത്തതും പ്രസംഗിച്ചു. എന്താണ് പുനരുദ്ധാനം എന്ന് പറഞ്ഞ? നിങ്ങൾ എൻ്റെ കൂടെ വരുവാണോ? ഒരു ഹല്ലേലൂയ പറയോ. എന്താണ് പുനരുദ്ധാനം? ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പലർക്കും എന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണ് പുനരുദ്ധാനത്തിന്റെ ശക്തി? നമ്മളിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു ഒരു പുനരുദ്ധാനത്തെക്കുറിച്ചും പുനരുദ്ധാനത്തിന്റെ ശക്തിയെക്കുറിച്ചും സാക്ഷ്യം പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾക്കറിയാവോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ വേദപുസ്തകം വിളിക്കുന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു എന്നാണ്. നമ്മളെ പരിശുദ്ധാത്മാവിനെ വേറൊരു പേരിട്ട് വിളിച്ചാൽ എങ്ങനെ വിളിക്കാം? എന്ത് വിളിക്കാം? പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് വിളിക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? അതുകൊണ്ടാണ് പൗലോസ്, ഞാൻ കുറച്ചുള്ളിലേക്ക് വന്ന് എന്തോ സംഭവിക്കാൻ പോവാട്ടോ, ഇതാ ഡൗട്ടേ ഇല്ല, എന്റെ ആത്മാവിൽ അറിയാം. ഐ ആം സോ സീരിയസ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതലത്തിലേക്ക് നിങ്ങൾ കയറുക. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. എന്റെ ഈ സറൗണ്ടിങ്ങിൽ ഒരു അഗ്നി വളയം എനിക്ക് കാണാം. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഈ ഹോളിലേക്ക് അത് കത്തി പടരുന്നത് കാണാം. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. പൗലോസ് എഫെസ്യർക്ക് എഴുതുമ്പോൾ പറയുവോ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. അപ്പൊ നമ്മുടെ മേലുള്ള ശക്തിക്ക് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ അതിന് അളവില്ല. അടുത്തിരിക്കുന്ന ആളെ കൈയോട് പറഞ്ഞേ, അതിന് അളവില്ല. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഇമ്മെഷറബിൾ, അൺലിമിറ്റഡ് എന്നാണ്. ഇമ്മെഷറബിൾ ആണ്, അളക്കാൻ കഴിയത്തില്ല. അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തിയാണ് എന്റെ മേൽ വ്യാപരിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് പറയാൻ തയ്യാറാണോ? പറയുന്നേ. നിങ്ങൾ ഈ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ചില സംഭവിക്കാൻ പോവാന്ന്. അളക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പൗലോസ് നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എല്ലാം മനസ്സിലായോ? നമ്മുടെ മേൽ വ്യാപരിച്ച അതേ ശക്തിയാണ്, അതേ പരിശുദ്ധാത്മാവിനെയാണ് മരിച്ചു കിടന്ന യേശുവിനെ ഉയർപ്പിക്കാൻ ദൈവം ഉപയോഗിച്ചതെന്ന്. യേശുവിന്റെ മരണമൊന്ന് കണ്ടേ. പാതാളം മുഴുവൻ ആഘോഷിച്ചു. ഇനി ഒരിക്കലും ഈ ശരീരം തിരിച്ചു പോകത്തില്ല. പാതാളം മുഴുവൻ കൊട്ടിയടച്ചിട്ട് ആഘോഷിച്ചിട്ട് പറഞ്ഞു, അവനെ നമ്മൾ തളച്ചു. എന്നാൽ സ്വർഗം പറഞ്ഞു, അവന്റെ ആത്മാവിനെ അയച്ചിട്ട് പറഞ്ഞു, പാതാളം ആഘോഷിക്കുന്നിടത്ത് നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ ദൂത് നിന്നോടാ, പാതാളം ആഘോഷിക്കുന്നിടത്ത് നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരാനോ യേശുവിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നതാ. Oh, I already prophesied. You are going to receive something supernatural today. അവന്റെ ശരീരത്തെ പാതാളം തടഞ്ഞു വെച്ചെങ്കിൽ സ്വർഗം പറഞ്ഞു, ആ ശരീരത്തെ ഞാൻ എന്നങ്ങ് പൊക്കാൻ പോവാ. ഏത് പ്രബല ശക്തിയാണെങ്കിലും അതിനെ തടഞ്ഞു വെക്കാൻ, ഏത് വലിയ ശക്തിയാണെങ്കിലും ഞാൻ തടഞ്ഞു വെക്കുമെന്ന് പറയുന്ന പൈശാചിക ലോകത്തിന് അന്ന് രാത്രിയിൽ അവനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. അതേ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതെങ്കിൽ ഏത് പാതാളം തടയുമെന്നാ പറയുന്നത്.
എൻ്റെ ചർച്ചയിലുള്ള ഒരു സഹോദരി എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കരച്ചിലടക്കാൻ വയ്യായിരുന്നു. പറഞ്ഞത് ഇങ്ങനെയാ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു ദുരാത്മാവ് വന്നിട്ട് ആ ശക്തിയുടെ നടുവിൽ നിന്ന് എന്നെ എടുത്തു കളഞ്ഞെന്ന്. ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പെട്ട പാട് അവർക്ക് മനസ്സിലാകാൻ പ്രയാസമായിരുന്നു. അതിന്റെ കാരണം കൂടെ അവരെന്നോട് വിശദീകരിച്ചു. ആരോ ഒരാൾ എതിർ പ്രാർത്ഥന നടത്തിയെന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ കാർ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് വേറൊരാൾ പറഞ്ഞു, കർത്താവെ അയാൾക്ക് കാറ് കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അതാണ് എതിർ പ്രാർത്ഥന. അത് ഏത് സ്ഥലത്ത് നിന്ന് കിട്ടിയതെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ബൈബിളിലെ വാക്യം എനിക്കറിയത്തില്ല. അതിനേക്കാൾ സഹിക്കാൻ പറ്റാതെ വേദനയോടെ ഞാൻ കേട്ടത്. ഞാനും സോളിയും പോയിരുന്നു പിന്നീട് പ്രാർത്ഥിച്ചു, കർത്താവെ അവർ ഇത്രയും ആത്മീയമായി ഉയരേണ്ട സ്ഥലത്ത് നിന്ന് ഇത്രയും താഴോട്ട് പോവുകയാണോ കർത്താവെ? അതിനെ ഏത് മെസ്സേജാണോ കാരണമായത്, ആരാണോ കാരണമായത്, അതിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചു 3 ദിവസം. പിശാചേ, ദൈവം മറച്ചു വെച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്ന അവരെ അതിന്റെ നടുവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന്. അതെങ്ങനെയാ പറയാൻ പറ്റുന്നേ? ഐ ഡോണ്ട് നോ. അതാണ് മറ്റ് സഭകളുടെ വഞ്ചന എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു പ്രാർത്ഥന നിന്നെ കമ്പ് പൊട്ടി 4 പൊട്ടിക്കണം. ആരാടാ നിന്നെ ഈ പഠിപ്പിച്ചതെന്ന്? എന്റെ ഭാഷയെ പറഞ്ഞ പിള്ളേരെ ചന്തിക്ക് തല്ലി കൊടുക്കത്തില്ല, 4 എണ്ണം പൊട്ടിക്കണം. എവിടുന്നാടാ നിനക്കിത് കിട്ടിയെന്ന് ചോദിക്കണം. പാതാളം മുഴുവൻ ആഘോഷിക്കുന്നതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ്, നീ പറയുന്നില്ല, തീനാവ് പോലെ ആള് മെല്ലെ ആ പാതാളത്തിന്റെ നടുവിലേക്ക് ചെന്നിട്ട് യേശുവിന്റെ കൈ പിടിച്ചു. അവരെല്ലാം അവിടെ നിൽക്കുമ്പോ ആ പാതാളം പൂട്ടിയിട്ട് അതിനെ താക്കോലുമായിട്ട് ഒരുവൻ മടങ്ങി വരുവോ? That is the power of resurrection. Yay! Yay! Rakala baranaka sala rakaba. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്നറിയോ? യേശുവിനെ മരിച്ചവരുടെ ഉടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവനെ ഉയർപ്പിച്ച അതേ ആത്മാവ്, the same spirit. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞില്ല, പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മേൽ കൂടിയിരിക്കുന്നതെങ്കിൽ ഒരു പിശാചിനും പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് നിന്നെ എടുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവല്ല കൂടിയെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് പിശാച് കൊണ്ട് നോണ്ടുവന്നു. പിശാചിന്റെ പാതാളം നോക്കി നിൽക്കേ ഒരാൾ അകത്തേക്ക് കയറി. അയാളുടെ പേരാ പരിശുദ്ധാത്മാവാ. സ്വർഗം മുഴുവനും സല്യൂട്ട് ചെയ്തു, പാതാളം മുഴുവനും സ്വർഗം സല്യൂട്ട് ചെയ്തു. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ നശിപ്പിച്ചിട്ട് അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതാ ക്രിസ്തീയ സഭ. എന്താ ക്രിസ്തീയ സഭ അറിയോ? പാതാളത്തെ നശിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ചെന്നതും യേശു ചെന്നതുമായതാണ് ക്രിസ്തീയ സഭ. Are you listening? നിങ്ങളുടെ അകം കത്തുന്നുണ്ടോ? എനിക്ക് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുമോ? സംതിങ് സൂപ്പർ നാച്ചുറൽ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ അളവറ്റ വലിപ്പമാണ്. യേശുവിന്റെ ഉയർപ്പിനെ തടയാൻ ഇവിടുത്തെ ഊക്കിലി പിശാചിനുമല്ല, മേലിലെ ലൂസിഫറിന് കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ, അതേ ആത്മാവാണ് ജോൺ ഡാരിന്റെ ഉള്ളിലുള്ളതെങ്കിൽ, നിന്റെ ഉള്ളിലുള്ളതെങ്കിൽ, നീ വഞ്ചിക്കപ്പെട്ടത് എവിടെയാന്ന് തിരിച്ചറിയേ. അതോടെ പൗലോസ് പറഞ്ഞേ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക പൗലോസ്, മനസ്സിലാകുന്നില്ല എന്നിട്ട് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു.
മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നേ. ഒന്ന് കൈയടിച്ചുകൊണ്ട് പറ. അതുകൊണ്ടാ പൗലോസ് യേശു കർത്താവ് പറഞ്ഞേ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിക്കുന്നു. എങ്ങനെയാണെന്നറിയോ? പരിശുദ്ധാത്മാവ് അകത്തേക്ക് കയറിയതോടു കൂടെ അവനിൽ ദൈവ ജീവൻ വ്യാപരിച്ചു. അടുത്ത വാക്കറിയോ? മരണത്തെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വ്യാപരിച്ചാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചവനാണ്. അവിടെയാ ചിലര് പ്രാർത്ഥിക്കുന്നേ, പിശാചിന്റെ കയ്യിൽ നിന്ന് തന്നെ വിടിവിക്കണേ കർത്താവേ. 3 ദിവസം ഉപവാസ പ്രാർത്ഥന, പിശാചിന്റെ ഡെലിവറൻസിന്റെ മീറ്റിംഗ്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന. എന്തിനാ? വീട്ടിൽ പിശാചാ പോണം. എടവേ, നിന്റെ ചിന്താഗതി മാറ്റേ. അറിവില്ലായ്മ കളയുമ്പോ പിശാചിന് മനസ്സിലാവും, ഇവന് കാര്യം മനസ്സിലായി, സാർ ഞാൻ പോയേക്കാമെന്ന്. നിന്നെ പിശാച് പന്ത് കെട്ടുന്നതിന്റെ കാര്യം എന്നാന്നറിയോ? അറിവില്ലായ്മ മുതലാക്കുന്നതാണ്. നിന്നിൽ വ്യാപരിക്കുന്നത് എന്താണെന്നറിയാതെ ആരോ ഒരു ഉപദേശി പറഞ്ഞത് കേട്ടിട്ട് അതിന് പുറകെ പോയി തൂങ്ങിയേക്കുവാ. എന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഒരു വാക്യം പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് തന്നെ. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അതേ ആത്മാവിനാൽ അവന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് അളവില്ല സഹോദരങ്ങളെ. അവിടെ പൗലോസ് പറഞ്ഞത് മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് പറഞ്ഞ, മരിക്കാൻ വിധേയപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾ, മരിക്കാൻ വിധേയപ്പെട്ടിരിക്കുന്ന ശരീരങ്ങൾ, അതിനെയെല്ലാം ആ നിമിഷം സൗഖ്യമാകുന്ന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സഭ വേണ്ടുവോളം മനസ്സിലാക്കാഞ്ഞതാണ് സഭയിലും വീട്ടിലും അത്ഭുതങ്ങൾ നടക്കാത്തത്. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. മാറിയിട്ടുണ്ടോ? യേശുവിന്റെ മേൽ വന്നത് വേറെയും എന്റെ മേൽ വേറെയാണോ? ആണെങ്കിൽ അറിയാം പിശാച് നിങ്ങളെ ബന്ധു കിട്ടും, അല്ലെങ്കിൽ അറിയാം പിശാചിനെ നിങ്ങൾ ബന്ധു കിട്ടും. ആണെങ്കിൽ എങ്ങനെ അറിയാം? പിശാച് നിങ്ങളെ ബന്ധു കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ അറിയാം? പിശാചിനെ നിങ്ങൾ ബന്ധു കിട്ടും. കാരണം കൂടുള്ളവൻ യേശുവിനെ ഉയർപ്പിച്ചവനാ. അറിവില്ലായ്മയുടെ ഭീകരതയിൽ നശിക്കരുത്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. പറയണം, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. വാ തുറക്കണം, പല പ്രാവശ്യം പറയണം. The spirit of him who raised Jesus from the dead lives in me. The same spirit, the same spirit, the same spirit, the same spirit. പറ, ആവർത്തിക്കേ. ആത്മാവ് നിന്റെ ശരീരത്തിൽ കത്തിപ്പിടിക്കുന്നവരെ പറ, the same spirit. ലോകത്തിലെ ഒരു പാതാള ശക്തിക്കും ഇനി നിന്നെ തടയാൻ കഴിയത്തില്ല. ഒരു ശക്തിക്ക് നിന്നെ കഴിയത്തില്ല. ജീവന്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. ജീവന്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. കമോൺ, ആരാധിച്ചോണ്ട് കൈയടിച്ചോണ്ട് പറ, ആരാധിച്ചോണ്ട് പറ. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. ചിലരിന്ന് തീ പിടിക്കട്ടെ. അപ്പാ, ചിലരിന്ന് തീ പിടിക്കട്ടെ. ലീഡേഴ്സ് ഒന്ന് താഴോട്ട് ഇറങ്ങിക്കേ. ആളുകളെ തലയിലോട്ട് കൈവച്ചേ. ഇറങ്ങിക്കേ, ഓടിച്ചതേ. യേശുവിന്റെ ആത്മാവ്,
യേശുവിന്റെ ആത്മാവ്. Come on, തുള്ളിച്ചാടി ആത്മാവിൽ നിറഞ്ഞേ. ലീഡേഴ്സിനെ റിസീവ് ചെയ്തേ. യേശുവിനെ ഉയർപ്പിച്ചെന്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ചെന്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ചെന്റെ ആത്മാവ്. ഫയർ, 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 ഫയർ. യേശുവിനെ ഉയർപ്പിച്ചെന്റെ ആത്മാവ്. The same spirit. ആവർത്തിച്ച് പറ, അതേ ആത്മാവ്, അതേ ആത്മാവ്, അതേ ആത്മാവ്, അതേ ആത്മാവ്. The same spirit, the same spirit. Fire, the fire, the fire, the fire, the fire, the fire, the same spirit. Thank you, Jesus. Come on, come on, come on. അതേ ആത്മാവ്, അതേ ആത്മാവ്, അതേ ആത്മാവ്, അതേ ആത്മാവ്. എന്റെ ഉള്ളിലുള്ളത് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ്. എന്റെ ഉള്ളിലുള്ളത് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ്. നിങ്ങൾക്കറിയാവോ, പരിശുദ്ധാത്മാവിന്റെ കയ്യിലിരിക്കുന്ന നിങ്ങളെ പിശാച് പോരാടുന്നു എന്ന് പറഞ്ഞാൽ, പിശാച് നിങ്ങളെ തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെ ഉയർത്തുന്നെന്നറിയാമോ? നിങ്ങൾക്ക് പിശാചിനെ ഉയർത്തുക ചെയ്യുന്നേ. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ആരാന്നറിയോ? യേശുവിനെ പോലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനാ. നിങ്ങൾ എന്നാ വലിയ പാപമാ ചെയ്യുന്നതെന്ന് അറിയാവോ? Do you know what you are saying? യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവൻ ആത്മാവിനെ പാതാളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതാക്കിയത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് നിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോ നിന്നെ പിശാച് ജയിക്കുവാണെന്ന്, പിശാച് പന്ത് കെട്ടുവാണെന്ന്. നിന്നിലുള്ളവനെ നിനക്ക് അറിയാത്തത് കൊണ്ട് പുറത്തു നിൽക്കുന്നവനെ അറിയുന്നേ. നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആരാന്ന് അറിയേ. അവൻ നിന്റെ അയൽവക്കത്ത് വരത്തില്ല. ആളുകള്, എതിരുകൾ, പ്രശ്നങ്ങൾ എനിക്ക് നേരെ എഴുന്നേൽക്കുമ്പോ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കാം, എൻ്റെ മക്കളോട് ചോദിക്കാം, ഇന്ന് വരെ അവർക്ക് നേരെ ഒരു വാക്ക് ഞാൻ പറയത്തില്ല. പറഞ്ഞാൽ അത് പ്രശ്നമാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആവശ്യമില്ല. എതിരുകളുടെ നടുവിൽ ഉയർത്തുന്നതാ സ്വർഗത്തിന്റെ സ്വഭാവം. ഞാൻ ദൈവത്തിന് വേണ്ടിയാ നിൽക്കുന്നതെങ്കിൽ അത് സമയം തെളിയിക്കും, കാലം പുറത്തു കൊണ്ടുവരും. No one can stop it. Yes. എന്റെ കൂടെ ഒന്നെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. Come on, come on, come on church. Come on church. Yes. അടുത്ത ആഴ്ച ഞാനിത് കണ്ടിന്യൂ ചെയ്യാവേ. അപ്പൊ ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് വേറൊന്നല്ല, അത് പരിശുദ്ധാത്മാവാണ്. എന്ന് പറഞ്ഞേ, ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് വേറൊന്നല്ല, പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വസിച്ചാൽ ആരുടെ ശക്തി വസിക്കുക? ഉയർപ്പിന്റെ ശക്തി വസിക്കുക. എന്ന് പറഞ്ഞ നിന്നെ കൊല്ലാൻ കുറച്ച് പാടാടേ. ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, നിന്നെ തട്ടാൻ കുറച്ച് കളിക്കും. പറ, 5-6 പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നിന്നെ കൊല്ല ഇച്ചിരി പാടാടേ. അങ്ങനെ പറ, അറ്റാന്ന് പറയാതെ ചെന്ന് പറ, നിന്നെ കൊല്ലാൻ ഇച്ചിരി പ്രയാസമാ, നിന്നെ കൊല്ലാൻ ഇച്ചിരി പ്രയാസം. കാരണം നിന്നെ കൊല്ലാൻ മരണത്തെ, പാതാളത്തെ ജയിച്ചവനാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ നിന്നെ കൊല്ലാൻ ഇച്ചിരി പാടാ. നിന്റെ നന്മകളെ തടയാൻ ഇച്ചിരി പാടാ, നിന്റെ ഉയർച്ചയെ തടയാൻ ഇച്ചിരി പാടാ. പാതാളം ഒരുമിച്ച് നിന്നു, നടന്നില്ല. റോമ ഗവൺമെന്റ് സകലതും ചെയ്തു, നടന്നില്ല. മുദ്രയിട്ടു, നടന്നില്ല. കാവൽക്കാരെ വെച്ച് നടന്നില്ല. എങ്കിൽ നടക്കത്തില്ല ഇനിയും. ഒരു മുദ്ര വെച്ചാലും നടക്കത്തില്ല, കാവൽക്കാര് നിന്നാലും നടക്കത്തില്ല, രാജ്യം നിന്നാലും നടക്കത്തില്ല. നിന്നെ ഉയർത്തുന്നത് തടയാൻ ആർക്കും കഴിയത്തില്ല. ജോൺ ഡാരുവേ, നിന്നെ
നിന്നെ ഉയർത്തുന്നു തടയുവാൻ. ജീസസ് വേൾഡ് നിന്നെ ഉയർത്തുന്നു തടയുവാൻ ഒരാൾക്കും കഴിയത്തില്ല. ഒരാൾക്കും പറ്റത്തില്ല. ഉയർത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകതയാ. ആമേൻ. നിന്നെ തടസ്സം വെക്കാൻ മുദ്രയൊക്കെ ഇടാം, കല്ലൊക്കെ ഉരുട്ടി വെക്കാം. അത് കണ്ടിട്ട് ചിരിച്ചാ മതി. അടുത്തിരിക്കുന്നവരോട് പറയാം, കല്ലൊക്കെ ഉരുട്ടി വെക്കാം, മുദ്രയൊക്കെ ഇട്ടിട്ട് പോകാം. മുദ്രയൊക്കെ ഇട്ടിട്ട് പോകാം. ഇട്ടിട്ട് പോകുന്നതിനും കൂടെ ബോധം കെട്ട് കിടക്കുന്ന നീ കാണാൻ പോന്നെ. പറ, ഇട്ടിട്ട് പോകുന്നതിനും കൂടെ അവിടെ ബോധം കെട്ട് കിടപ്പുണ്ടാവും. പറ 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 പറ. മുദ്രയൊക്കെ ഇടാം. ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറയാം, അടഞ്ഞു പോയെന്ന് പറയാം. പക്ഷേ അടയ്ക്കാൻ വന്നതിനും കൂടെ ബോധം കെട്ടിട്ട് കിടക്കുമ്പോ നീ ഉയർന്നു പോകും. ആമേൻ. നീ ഉയർന്നു പോകും. ഇത് പുസ്തകം പറയുന്നതാ. നീ ഉയരത്തില്ല. നീ ഉയർന്നത് കൊണ്ട് ചില ആളുകള് യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു എന്നാ പറയുന്നേ. കള്ളം പറയാനല്ലാതെ നിന്നെ തടയാൻ കഴിയത്തില്ലടവേ. കള്ളം പറയാം, അത് നാളെയും പറയാം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും പറഞ്ഞ പരിപാടിയാ. കള്ളമൊക്കെ പറയാം, പക്ഷെ നിന്നെ തടയാൻ എന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് പറയാം, എന്നെ തൊടണമെങ്കിൽ ഇച്ചിരി കളിക്കും, എന്റെ ഉയർച്ച തൊടണമെങ്കിൽ ഇച്ചിരി കളിക്കും. പറ, അങ്ങനെ തന്നെ പറ. ഉയർച്ച തൊടണമെങ്കിൽ ഇച്ചിരി കളിക്കും. എന്റെ ഉയർച്ച തടയണമെങ്കിൽ ഇച്ചിരി പാടാ. അല്ല, പറ്റില്ല, പറ്റില്ല. ഉറക്കെ പറ, എന്റെ ഉയർച്ചയെ തടയാൻ കഴിയില്ല. രാജ്യം നോക്കിയാൽ, വ്യക്തികൾ നോക്കിയാൽ, പിശാച് നോക്കിയാൽ അതിന് കഴിയത്തില്ല. കാരണം ഉയർപ്പിന്റെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം വന്ന ആളുകൾ എന്ന കരമുയർത്തിക്ക്. എന്തോ എന്റെ മേൽ പകരപ്പെട്ടു, എന്തോ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം ഉണ്ട്. അങ്ങനെ തോന്നി വരുന്ന കരയുയർത്തിക്ക്. ഞാൻ നിന്നോട് പറയാം, ഐ ചലഞ്ച് യു. ഇന്ന് മുതൽ നിങ്ങളുടെ മിനിസ്ട്രി മാറും. വെല്ലുവിളിക്കാം, ഇന്ന് മുതൽ നിങ്ങളുടെ മിനിസ്ട്രി മാറും. ഞാന് യേശുവിനെ ഉയർപ്പിച്ചവനെ ആത്മാവാ നിങ്ങളിൽ വസിക്കുന്നെന്ന് പറഞ്ഞപ്പോ ചിലരുടെ അകത്തേക്ക് അത് ആഴത്തിൽ അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ കേറിയവരെ ഇനി തടയാൻ പാടാ. അങ്ങനെ കേറിയവരെ ഇനി അടയ്ക്കാൻ പാടാ. നിങ്ങളുടെ വാതിലുകൾ തുറന്നിടപ്പെടുന്നു. രത്നങ്ങൾ, സ്വർണം, വസ്തുവകകൾ, വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, നന്മകൾ ചുറ്റോട്ടകമായി ഭ്രമിക്കുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. ഒഴുകട്ടെ. നിന്റെ നന്മയെ ഇനി തടയത്തില്ല. നിന്റെ സ്വർഗീയ അനുഭവങ്ങളെ തടയത്തില്ല. അത് ഒഴുകുകയാണ്, ഒഴുകുകയാണ്. earthly blessing, spiritually blessing, അവ ഒഴുകുകയാണ്, ഒഴുകുകയാണ്, ഒഴുകുകയാണ്.